എൻ്റെ മുത്തശ്ശൻ ഒരു മന്ത്രവാദിയായിരുന്നു, നാട്ടുവൈദ്യനായിരുന്നു. ആണ് ഞങ്ങളുടെ മച്ചിന്, മുത്തശ്ശൻ്റെ തറവാട്ട് വീട്ടിലെ മച്ചിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇതേ വീട്ടിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം കൂടി പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി അവിടെയൊക്കെ കാണും. മലപ്പുറം ജില്ലയിൽ എവിടെ വന്നാലും ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കാണാം. അപ്പം ആ ഓമാനൂർ ശുഹദാക്കളുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ മഞ്ചേരിക്ക് പോകുന്ന കൂണിക്കല്ലിൻ്റെ അവിടെ ഒരു നേർച്ചപ്പെട്ടിയുണ്ട്. ഈയിടെ ഞാൻ അത് കൂടെ കടന്നു പോയപ്പോൾ ആ നേർച്ചപ്പെട്ടി അവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഇപ്പോഴും ആ നേർച്ചപ്പെട്ടി ഇപ്പോഴും അവിടെയുണ്ട്. അതേപോലെ പാപ്പനിപ്പാറയിൽ ആലുംകുന്നിൽ ചെന്നാൽ അവിടെ ഈ നേർച്ചപ്പെട്ടിയുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, എൻ്റെ വല്യമ്മ കോഴി വസന്ത വരുമ്പോൾ, അതുപോലെ പ്രസവിക്കാറായിട്ടുള്ള പശു ഒരു പ്രയാസമില്ലാതെ പ്രസവിക്കുമ്പോൾ ഒരു വഴിപാട് നടന്നിട്ടുണ്ടാവും. 2 നാണയങ്ങളാണ് വഴിപാട് നേരുക. ഒന്ന് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുവിടാനും മറ്റൊന്ന് കാക്കരക്കാളി ഭഗവതിയുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുവിടാനുമാണ്. എന്നിട്ട് അത് ഇങ്ങനെ വിട്ടത്തിൻ്റെ മുകളിൽ ചെറിയ ഒരു തുണിയിൽ ചുറ്റിയിട്ട് ആ നാണയം, അന്ന് നാണയം എന്ന് പറഞ്ഞാൽ അത്ര അപൂർവമാണ്, ആരെങ്കിലും നാണയമൊന്നും ഇല്ലാത്തൊരു കാലത്താണ്. എൻ്റെ കുട്ടിക്കാലത്തും ഇല്ല. പണം എന്ന് പറഞ്ഞത് ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ട് ജീവിക്കല്ലേ. അപ്പോൾ ഈ നേർച്ചപ്പെട്ടിയിൽ ധാരാളമായിട്ട് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയിൽ ഞാൻ ഈ നാണയം കൊണ്ടിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഒരു പാരമ്പര്യം. നോമ്പുകാലം വരുമ്പോൾ എല്ലാ നോമ്പുകാലത്തും ഒരു ദിവസം അലവ്യാക്ക നോമ്പറക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഒരനുഭവം. അത് വന്നിട്ട് ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോകും. എന്നിട്ട് അന്നത്തെ ദിവസം ബീഫിന് പകരം കോഴിയിറച്ചി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അലവ്യാക്കൊക്കെ നോമ്പ് ഇറക്കാനായിട്ട് കൊണ്ടുവരുന്ന പത്തിരി ചുട്ടിരുന്നൊരു കാലത്ത് നിന്നുള്ള പിന്നീട് ഒരു മാറ്റം, മോഡേൺ ബ്രെഡ് വന്നു തുടങ്ങിയ കാലത്ത് വളരെ കഷ്ടപ്പെട്ട് മൂപ്പര് ഒരു പാക്കറ്റ് മോഡേൺ ബ്രെഡൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ആ ബ്രെഡും ഇറച്ചി അതിപ്പോഴും നല്ല ഒരു അനുഭവം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. ഞാൻ കുറേ വർഷം കഴിഞ്ഞ് എഴുത്തുകാരനാവുന്നു, ഒരുമാതിരി പുരസ്കാരങ്ങൾ കിട്ടുന്നു. ആ സമയത്ത് പാപ്പനിപ്പാറയിലെ ഒരു സംഘടന എന്നെ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ കൊടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാനിവിടുന്ന് പോണു. എൻ്റെ സുഹൃത്ത് ആണ് എന്നെ കൊണ്ടുവന്ന കാറിൽ. അവിടെ ഇറങ്ങി ഈ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്തു. നല്ല ആളുണ്ട്. ആ ആൾത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ കുഞ്ഞേട്ടാന്നൊരു വിളിയാണ്. കുഞ്ഞനെന്ന് എന്നെ അമ്മ വിളിച്ചിരുന്ന. അതുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത കസിൻ സിസ്റ്റേഴ്സ് അവരൊക്കെ തന്നെ ചെറിയമ്മയുടെ മക്കളായിട്ടുള്ള എൻ്റെ അനിയന്മാരൊക്കെ എന്നെ കുഞ്ഞേട്ടാന്ന് വിളിക്കാം. അപൂർവ ആളുകൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആരും എന്നെ പെട്ടെന്ന് കുഞ്ഞേട്ട എന്ന് വിളിക്കാനുള്ള ആത്മബന്ധം ആരാണ് എന്ന് നോക്കിയിട്ട് അപ്പോൾ ആ യുവാവിൻ്റെ അടുത്തേക്ക് വന്നു. അന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അലവ്യാക്കാൻ്റെ മോനാണ്. അപ്പോൾ ഞാൻ വല്ലാതേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഉമ്മാക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആ പഴയ കുന്നിൻ്റെ മുകളിലല്ല താമസിക്കുന്നത്, ഈ അങ്ങാടീൻ്റെ അടുത്താണ് വീട്, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഉമ്മയ്ക്ക് വയ്യ, കുഞ്ഞേട്ടൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ആ താത്ത കട്ടിലിരിക്കുകയാണ്. ഒരു ഭാഗം കുടഞ്ഞിട്ടുണ്ട്, എന്നാലും ഓർമ്മകൾക്ക് വലിയ മങ്ങലില്ല. അപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. അവിടെ ചെന്നിട്ട് ആ കൈ പിടിച്ചിട്ട് ഞാൻ ആ കട്ടിലിരുന്നപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യം, ഓപ്പോൾ മരിച്ചു അല്ലേ എന്ന്, എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അവരിങ്ങനെ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ ഓർത്തിട്ട് അവർ വല്ലാതെ വൈകാരികമായിട്ട് വല്ലാത്തൊരു മുഹൂർത്തമായിരുന്നു. അവരോട് പറഞ്ഞത്, ഇവൻ എന്നെ കുഞ്ഞേട്ടാന്ന് വിളിച്ച അലവാക്കാൻ്റെ മോനെ ചൂണ്ടിയിട്ട് പറയാണ്, ഇവനെ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് പായസം കുടിക്കണം എന്നുള്ളൊരു മോഹം അലവാക്കാനോട് ഞാൻ പറഞ്ഞു. അലവാക്ക അത് ഓപ്പോളോട് ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഓപ്പോൾ ഒരു തൂക്കാത്രത്തിൽ നിറയെ പായസം ഉണ്ടാക്കിയിട്ട് ഈ കുന്ന് കയറി വന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ താത്ത. കണ്ണ് നിറഞ്ഞു പോയി. എടുത്ത ശേഷം ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. ഇതാ എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചതെന്ന്. അത് കഴിഞ്ഞ്
ഞാൻ എന്നോട് പറഞ്ഞു ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ കുട്ടി എന്ന് പറഞ്ഞു. ഭക്ഷണം തരുമെന്ന് പറയോ? ബ്രെഡും കോഴിയിറച്ചിയും. മോഡം ബ്രെഡ്. മോഡം അന്ന് കുട്ടിക്കാലത്ത് നോമ്പറക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ആദ്യമായിട്ട് ബ്രെഡ് കഴിച്ചതപ്പഴാണ് കോഴിയിറച്ചി. അത് ഓർത്തു വയ്ക്കുകയാണ്. ആ ഇഷ്ടം ഇത്രയും വർഷമായിട്ട് ഓർത്തു വെച്ചിട്ട് ബ്രെഡും കോഴിയിറച്ചിയും തന്നെ അവർ ഒരുക്കി വെച്ചു എന്ന് പറയുന്ന സ്നേഹത്തിന് വിലയിടാൻ കഴിയില്ല. ആ സ്നേഹത്തെയൊക്കെ അങ്ങനെ തോൽപ്പിച്ച് കളയാമെന്ന് ഒരു വംശീയ വർഗീയവാദി വിചാരിക്കേണ്ട. ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾ തോറ്റുപോകും ഈ സ്നേഹത്തിൻ്റെ മുകളിൽ